ഹായ് ഡിയേഴ്സ്, നമ്മുടെ ചാപ്റ്ററൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒക്കെ വായിച്ചു നോക്കിയോ? നല്ല ചാപ്റ്റർ അല്ലേ? ദ റേസ് റിട്ടേൺ ബൈ നിഷ പഞ്ചാബി അല്ലേ? തരുണിൻ്റെ നല്ലൊരു ചാപ്റ്ററാണ്. അത്യാവശ്യം നമ്മുടെ ലൈഫിലേക്കും ഇനി എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ചാപ്റ്റർ തന്നെയാണ് അല്ലേ? അപ്പോൾ ഇനി ടീച്ചർ ലെറ്റ്സ് റിവിസിറ്റ് ആൻഡ് റിഫ്ലക്റ്റ് പേജ് നമ്പർ 13 നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയിരിക്കണം. ഇനി നമുക്ക് പോകാനുള്ളത് ആക്ടിവിറ്റീസിലേക്കാണ്. അപ്പോൾ ആക്ടിവിറ്റീസ് എന്താണെന്ന് വെച്ചാൽ എഴുതി തന്നാൽ ശരിയാവില്ല. അതായത് ടീച്ചർ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ടീച്ചർ മെല്ലെ പറയുള്ളൂ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 1 ആണ്. ടേക്ക് പേജ് നമ്പർ 14 ആണ്. പേജ് നമ്പർ 14 കിടക്കുന്നത്. റീഡ് ദ സ്റ്റോറി ദ റേസ് ആൻഡ് റൈറ്റ് എ ഫ്യൂ വേർഡ്സ് വിച്ച് ബെസ്റ്റ് ഡിസ്ക്രൈബ് തരുൺ. എന്താണ് ദ റേസ് എന്നുള്ള ചാപ്റ്ററിൽ തരുണിനെ പറ്റിയിട്ടുള്ള കുറച്ച് സവിശേഷതകൾ അല്ലേ, അതാണ് എഴുതേണ്ടത്. മനസ്സിലായല്ലോ? തരുണിൻ്റെ ഒരു പിക്ചറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ തരുണിനെ. അപ്പോൾ മീഡിയൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഓരോരോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അത് മീൻസ് അതായത് ഓരോരോ ഇത് വേക്കൻ്റ് ആയിട്ടുള്ള ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു ക്ലൗഡ് പോലെ, ജസ്റ്റ് ഒരു മേഘങ്ങളെ പോലുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നമുക്ക് വായിക്കാം. ഓക്കെ, ടീച്ചർ വായിക്കാം, നിങ്ങളത് എഴുതണം. ഓക്കെ, ഫസ്റ്റ് ടാലൻറ്റഡ്, ഏതിൽ വേണമെങ്കിലും എഴുതാം. ടാലൻറ്റഡ് ആണ് അല്ലേ? നമ്മുടെ തരുൺ എന്താണ്? ടാലൻറ്റഡ് ആണ്. TALENTED. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ തന്നെ അടുത്തത് പോസിറ്റീവാണ്. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളാണ് നമ്മുടെ തരുൺ, അപ്പോൾ പോസിറ്റീവാണ്. നെക്സ്റ്റ് ഹാർഡ് വർക്കിംഗ് ആണ്, ഹാർഡ് വർക്കിംഗ്. അതേപോലെ തന്നെ അടുത്തത് ഗോൾ ഓറിയൻറ്റഡ് ആണ്, GOAL, ഗോൾ ഓറിയൻറ്റഡ്, ORIENTED. ഓക്കെ, ഗോൾ ഓറിയൻറ്റഡ് ആണ്. പിന്നെ എന്താണ്? ഡിറ്റർമിനേഷൻ ടു വിൻ അല്ലേ? ഡിറ്റർമിൻ ടു വിൻ, DETERMINED, ഡിറ്റർമിൻ ടു വിൻ. ഓക്കെ, ഇപ്പോൾ അത് മൊത്തം ഫില്ലപ്പ് ആയില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, ഇനി here are a few sentences which say more about Tarun. Read them and fill in the empty spaces given. ഇതൊക്കെ ശരിക്കും നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിക്കേണ്ടതാണ്, ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ടീച്ചർ ഒറ്റയ്ക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായി വായിച്ചു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു കോൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഓരോന്നും നമുക്ക് വായിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, അപ്പോൾ നമുക്കത് വായിച്ചിട്ട് ശരിയാക്കാം. ഓക്കെ, അതിൻ്റെ ഹെഡിങ് എന്തൊക്കെയാണ്? സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി, തരുൺസ് റെസ്പോൺസ്, ആറ്റിറ്റ്യൂഡ് ഓഫ് ഫീലിംഗ്, വാട്ട് ഇറ്റ് ഷോസ് അല്ലേ? അതായത് സ്റ്റോറിയിലുള്ള സെൻറ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അപ്പോഴുള്ള തരുണിൻ്റെ റെസ്പോൺസ് എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്, ഫീലിംഗ് എന്താണെന്ന് പറയണം, എന്താണത് ഷോ ചെയ്യുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് ഹി ഫെയിൽഡ് ഇൻ ദ ടെർമിനൽ എക്സാമിനേഷൻ. അപ്പോൾ എന്താണ് അവൻ്റെ ഫീലിംഗ്? എന്തായിരുന്നു? ഡിപ്രസ്ഡ് ആയിരുന്നു. ഹി റാൻ അറൗണ്ട് ദ പാർക്ക് അല്ലേ? പാർക്ക് കൂടെയൊക്കെ ഓടി അവൻ ഭയങ്കര വിഷമമായിട്ട്. അപ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത്, അതെന്താ ഷോ ചെയ്യുന്നത്, അതവിടെ എഴുതിക്കോളൂ. ആ കോളം ബ്ലാങ്കായി കിടക്കുകയാണ്. It shows he was very upset. UPSET, upset. It shows he was very upset. Okay, next, I see a good future in you, said Ram Narayanan. Ram Narayanan പറഞ്ഞതാണ് അല്ലേ? തരുൺ blushed. Okay, what it shows എന്താണ്? He was very shy and he was also happy. He was very shy and he was also happy. Clear? Next, that is no big deal. I can do it, can't I? Okay, അതെന്താണെന്നാണ് പറയുന്നത്? അതിൻ്റെ തരുണിൻ്റെ റെസ്പോൺസും ആറ്റിറ്റ്യൂഡ് ആ ഫീലിങ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതിക്കോളൂ. ഹൈലി പോസിറ്റീവ് ടു ഗോ എഹെഡ്, AHEAD, എഹെഡ്. ഹൈലി പോസിറ്റീവ് ടു ഗോ എഹെഡ്, ഇൻസ്പൈറ്റ്, INSPITE, ഇൻസ്പൈറ്റ് ഓഫ് ഡിഫിക്കൽട്ടീസ്. Highly positive to go ahead in spite of difficulties. ഓക്കെ, ഇനി തേർഡ് കോളത്തിൽ വാട്ട് ഇറ്റ് ഷോസ് എന്നുള്ള കോളത്തിൽ എഴുതിക്കോളൂ. ഇൻ ദ ഫീൽഡ് വേർ ഹി ഈസ് ടാലൻറ്റഡ്. ഇൻ ദ ഫീൽഡ് വേർ ഹി ഈസ് ടാലൻറ്റഡ്. ക്ലിയർ? നെക്സ്റ്റ്, ഹൗ അവർ ഹാർഡ് ഐ മസ്റ്റ് വിൻ ദിസ് റേസ്, തോട്ട് തരുൺ. എന്താണ്? അതായത് എങ്ങനെയാണെങ്കിലും ഞാനത് വിൻ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത് എപ്പോൾ എന്തായിരുന്നു തരുണിൻ്റെ ഫീലിംഗ് എന്താണ്? എഴുതിക്കോളൂ. ഹീ ഈസ് റെഡി ടു ആക്സെപ്റ്റ് ദ ചാലഞ്ചസ് അല്ലേ? എന്ത് കാര്യമാണെങ്കിലും എന്ത് പ്രശ്നം ആയിക്കോട്ടെ അവനത് നേരിടും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഉണ്ടായിരുന്നത്.
എഴുതിക്കോളൂ. എന്താ എഴുതണ്ടേ? ഹീ ഈസ് റെഡി ടു ആക്സെപ്റ്റ് ദ ചാലഞ്ചസ്. ക്ലിയർ? നെക്സ്റ്റ്, വാട്ട് ഇറ്റ് ഷോസ്. അതിനെന്താ വരിക? ഹീ ഈസ് ഡിറ്റർമിൻ ഹി ഫേസ് എനി ചാലഞ്ചസ് വാട്ട് ഹി വാണ്ട്. അല്ലേ? അതായത് ഹി ഈസ് ഡിറ്റർമിൻഡ്, DETERMINED, ഡിറ്റർമിൻ, ആൻഡ് ഹി ഫേസ് എനി ചാലഞ്ചസ് വാട്ട് ഹി വാണ്ട്. ഓക്കെ. നെക്സ്റ്റ്, തരുൺ സ്മൈൽഡ് അറ്റ് രാംനാരായണൻ ബട്ട് ഹി ഡിഡ് നോട്ട് സേ എ വേർഡ്. അല്ലേ? ജസ്റ്റ് രാംനാരായണൻ ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞപ്പോൾ എന്താണ് തരുൺ ഉണ്ടായത്? ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്തു, വേറൊന്നും അവൻ പറഞ്ഞില്ല. എന്തായിരുന്നു അതിന് കാരണം? തരുണിൻ്റെ റെസ്പോൺസ് എന്താണ്? തരുണിൻ്റെ മൈൻഡ് എന്താണ്? ഫുൾ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ടെൻഷനായിരുന്നു അല്ലേ? തരുൺസ് മൈൻഡ് ഫുൾഫിൽ ടെൻഷൻ. ഓക്കെ, തരുൺസ് മൈൻഡ് ഫുൾഫിൽ ടെൻഷൻ. ഓക്കെ, അടുത്ത കോളം അവിടെ കൊടുത്തിട്ടുണ്ട്, ഡിറ്റർമിനേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, തരുൺ സോ ഹിംസെൽഫ് എഹെഡ് ഓഫ് എവരിബഡി. തരുൺ എന്താണ്? അവൻ്റെ ബാക്കിലായിട്ടാണ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നത്. എന്താണ്? അപ്പോൾ അവന് എന്താ കിട്ടിയത്? ഹി വാസ് സെൽഫ് കോൺഫിഡൻറ്റ്. ഓക്കെ, എന്താ എഴുതണ്ടേ? ആ കോളത്തിൽ തരുണിൻ്റെ റെസ്പോൺസ് എന്നുള്ള കോളത്തിൽ ഹി വാസ് സെൽഫ് കോൺഫിഡൻറ്റ്. വാട്ട് ഇറ്റ് ഷോസ്. എന്താണത് കാണിക്കുന്നത്? സെൽഫ് കോൺഫിഡൻറ്റ് ടു വിൻ. അല്ലേ? സെൽഫ് കോൺഫിഡൻസ് ടു വിൻ. സെൽഫ് കോൺഫിഡൻസ് ടു വിൻ. ക്ലിയർ? നെക്സ്റ്റ്, തരുൺ ഗോട്ട് അപ്പ് ദ തേർഡ് ടൈം ആൻഡ് റാൻ വിത്ത് ഓൾ ദ സ്ട്രെങ്ത് ഹി ഹാഡ്. തരുൺ എന്താണ്? തേർഡ് ടൈമും വീണു, വീണ്ടും സ്ട്രെങ്ത് എടുത്ത് ഓടുകയാണ്. എന്താ ഉണ്ടായേ? അതായത് അപ്പോൾ അവൻ്റെ റെസ്പോൺസ് എന്താണ്? ഹി വാസ് നോട്ട് വില്ലിങ് ടു ഗീവ് അപ്പ്. അല്ലേ? വിട്ടുകൊടുക്കാൻ അവൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. അപ്പോൾ എന്താണ്? ഹി വാസ് നോട്ട് വില്ലിങ് ടു ഗീവ് അപ്പ്. എന്താ എഴുതുക? ഹി വാസ് നോട്ട് വില്ലിങ് ടു ഗീവ് അപ്പ്. GIVEUP, അപ്പ്. അപ്പോൾ വാട്ട് ഇറ്റ് ഷോസ്? ഇറ്റ് ഷോസ് ഹിസ് കറേജ്. ഓക്കെ, കറേജ്, COURAGE, കറേജ്. ഇറ്റ് ഷോസ് ഹിസ് കറേജ്. ക്ലിയർ? അതാണ് ആ കോളം. അത് ചാപ്റ്റർ നന്നായിട്ട് വായിച്ചാൽ മതി, മനസ്സിലാവും. ഓക്കെ. നെക്സ്റ്റ്, അതിൻ്റെ അടിയിലൊരു ഇത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വായിച്ച് നോക്കാം. Add a few more points to describe Tarun's appearance, behavior, outlook, etc. എന്താണ്? ഫ്യൂ മോർ പോയിൻറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കുറച്ച് 2-3 ബ്ലാങ്ക്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് കുറച്ചെണ്ണം നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. ഒരു 3 എണ്ണം, അതായത് ഫില്ലിൻ ദ ബ്ലാങ്ക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ടീച്ചർ തരാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ എഴുതിക്കോളൂ. ഇതൊക്കെ പേജ് നമ്പർ 14 കാര്യങ്ങളാണ്. ഹി ഹാഡ് ആൻ അത്ലറ്റിക് ഫിഗർ. അല്ലേ? അവനൊരു അത്ലറ്റിക് ഫിഗർ ആയിരുന്നു. ഹി ഹാഡ് ആൻ അത്ലറ്റിക് ഫിഗർ. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, he wanted to prove that he too can do something. എന്താണ്? he wanted to prove that he too can do, TOO, can do something. എന്തെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവനത് പ്രൂവ് ചെയ്യണം. അല്ലേ? എന്നായിരുന്നു പാരൻസിനെ, അറ്റ്ലീസ്റ്റ് പാരൻസിനെങ്കിലും മറ്റുള്ളവരുടെ മുന്നിലത്തെക്കാട്ടിലും കൂടുതൽ പാരൻസിന് എനിക്കൊരു കഴിവുണ്ടെന്ന് തെളിയിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, he knew, KNEW, he knew hard work brings success. അല്ലേ? ഹാർഡ് വർക്ക് ബ്രിങ് സക്സസ്. അവനറിയാം ഹാർഡ് വർക്കിലൂടെ എന്താണ് സക്സസ് ഉണ്ടാവുമെന്ന് അവനറിയാമായിരുന്നു. ക്ലിയർ? ഇതാണ് ആ ഒരു ആക്ടിവിറ്റി 1 ഇതൊന്ന് പറയുന്നത്. നൗ യൂസിങ് ദ ഇൻഫർമേഷൻ ഗിവൺ എബവ് റൈറ്റ് എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് തരുൺ. ഇതിന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഒരു ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടീച്ചർ തരാം. ഇനി ഇതിൽ കുറച്ചുകൂടി ആക്ടിവിറ്റീസ് തരുന്നുണ്ട്. അതുകൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം ടീച്ചർ കംപ്ലീറ്റ് ആയിട്ട് നോട്ട് തരാം കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് പെൻഡിങ് ആണ്, ടീച്ചർ തരാം കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് നോട്ട് ഇപ്പോൾ ഒന്ന് നിങ്ങൾ ഇത്രയും പോയിൻറ്റ്സും ഹിൻസൊക്കെ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 2 ആണ്. പേജ് നമ്പർ 15 ആണ് പറയുന്നത്. Tarun started practicing zealously. Every day he would get up at 4 in the morning and run up to the 10 miles. This made him mentally and physically strong. But there are so many factors, both mental and physical, that affect health. അല്ലേ? തരുൺ എങ്ങനെയാണ്? തരുൺ ആ ഒരു ഡ്രീം സക്സസ് ആക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ തരുൺ എന്ത് ചെയ്യാണ്? നേരത്തെ എണീറ്റ് ഇത്രയും ഉത്സാഹത്തോടു കൂടിയിട്ട് പോകുന്നു, ഓടുന്നു. അല്ലേ? അങ്ങനെ ഒരു എക്സസൈസ് ചെയ്യുന്നു. ആരൊക്കെ ഇവിടെ എക്സസൈസ് ചെയ്യാറുണ്ട്? നിങ്ങൾ ആരെങ്കിലും എക്സസൈസ് ചെയ്യാറുണ്ടോ? ആരെങ്കിലും നേരത്തെ എണീക്കാറുണ്ടോ? നമ്മളൊക്കെ എന്താ ചെയ്യുക? നേരത്തെ ആണോ എണീക്കാറ്? അല്ല, വൈകി കടന്ന് 10-12 മണിക്ക് കടന്നിട്ട് എന്ത് ചെയ്യുക? വൈകി എണീക്കുക. അതൊരിക്കലും നല്ലൊരു ഹാബിറ്റ് അല്ല. ഇറ്റ്സ് നോട്ട് എ
ഗുഡ് ഹാബിറ്റ് അല്ലേ? അതായത് ശരിക്കും നേരത്തെ എണീറ്റ് നേരത്തെ ഉറങ്ങണമെന്നാണ് പറയുക. എന്നാലാണ് നമ്മുടെ മൈൻഡൊക്കെ സെറ്റ് ആവുള്ളൂ. നേരത്തെ ഉറങ്ങുക വെച്ചാൽ 7 മണിക്ക് കയറി കിടക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ അത്യാവശ്യം നേരത്തെ ഉറങ്ങണം. 12-1 മണി വരെ ഒന്നും ഉറക്കൊഴിക്കാതിരിക്കുക. അത് നമ്മുടെ മൈൻഡിന് പ്രോബ്ലം ആയിരിക്കും, നമ്മുടെ ബ്രെയിനിന് പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് ഇതുപോലെ ഉണ്ട്. നമ്മുടെ ഫിസിക്കലാണെങ്കിലും മെൻ്റലാണെങ്കിലും എൻ്റെ ശരീരത്തിലേക്ക് എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇല്ലേ? ചിലർക്ക് എപ്പോഴും എന്താണ് ക്ലാസ്സിൽ ഇരുന്ന ഫുൾ ടൈം ഉറക്കമായിരിക്കും. എന്താ രാത്രി 12-1 മണിക്ക് ഉറങ്ങുള്ളൂ. രാവിലെ സ്കൂളിലൊക്കെ കാരണം എന്താണ് ഇപ്പോഴൊക്കെ ഓക്കെ, പക്ഷെ പണ്ടൊക്കെ സ്കൂളുകൾ കാരണം എന്താണ് നേരത്തെ നീക്കണ്ടേ? നല്ല നമ്മുടെ ഹെൽത്ത് സ്ട്രീക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. 8 മണിയാകുമ്പോഴേക്കും എത്തൊക്കെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നെ സാറിൻ്റെ അടുത്ത് തല്ല് കിട്ടും, അങ്ങനത്തെ പ്രശ്നങ്ങളാവും. അപ്പോൾ കറക്റ്റ് ടൈമിൽ എത്തണം, അല്ലെങ്കിൽ ബസ് മിസ്സാവും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എന്താണ് നമ്മൾ നേരത്തെ നിൽക്കുക. അപ്പോൾ ഈ ഉറക്കം അവിടെ പെൻഡിങ് ആയി നിൽക്കുകയാണ്. എന്നെന്നും ഇങ്ങനെ ആകുമ്പോൾ എന്താണ് ആ ഉറക്കം പെൻഡിങ് ആവും. നിങ്ങൾക്ക് പിന്നെ എന്താണ് കറക്റ്റായിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടിയും ഇല്ലാതായി വരും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ആക്ടിവിറ്റീനെ പറ്റിയിട്ട് തന്നെയാണ്. അതായത് ബോത്ത് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ദാറ്റ് എഫക്റ്റ് ഹെൽത്ത് അല്ലേ? മെൻ്റലും ഫിസിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ശരിക്കും എന്താണ് നമ്മുടെ ഹെൽത്തിനെ, നമ്മുടെ ശരീരത്തിന് തന്നെയാണ് എഫക്റ്റ് ചെയ്യുക. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് അവരെ ഫാസ്റ്റ് ഫുഡ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്താണ് എഴുതിക്കോളൂ, ലാക്ക് ഓഫ് എക്സസൈസ് അല്ലേ? എക്സസൈസ് ചെയ്യാതിരുന്നാലും എന്താണ് ഓവർ ഫുഡ് അടിച്ചിട്ട് എക്സസൈസ് ചെയ്യാതെ വേഗം പോയി കടന്നുറങ്ങുക, ഒരു പണിക്കും പോവില്ല, ഫുൾ വീഡിയോ ഗെയിമും. അതായത് പണിക്കും ഉദ്ദേശിച്ചത് നിങ്ങൾ വേറൊരു പണിക്കുന്നല്ല കേട്ടോ. അതായത് വീട്ടിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യുകയും, അങ്ങനെ ഗേൾസൊക്കെ ആണെങ്കിൽ അമ്മേനൊക്കെ ഹെൽപ്പ് ചെയ്യാം, ഗേൾസിനെന്നല്ല ബോയ്സിനും ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് അങ്ങനെ എക്സസൈസ് ചെയ്യാതെ ഒന്നുമില്ലാതെ ഭക്ഷണം കഴിക്കുക, കളിക്കാനൊന്നും പോകാതെ കുറച്ചൊക്കെ കളിക്കാൻ പോകണ്ടേ നമ്മൾ ഈ ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതുപോലെ ലാക്ക് ഓഫ് എക്സസൈസ്. അടുത്ത പോയിൻ്റ് എന്താണ്, ലാക്ക് ഓഫ് സ്ലീപ്പ്. ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ ഉറക്കത്തിൻ്റെ അപര്യാപ്തത, ലാക്ക് ഓഫ് സ്ലീപ്പ്. ദെൻ യൂസ് ഓഫ് ഡ്രഗ്സ് അല്ലേ? ഡ്രഗ്സും മറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ, അതായത് ഡ്രിങ്ക്സ്, സ്മോക്കിങ് അല്ലേ, അങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് പോകും. പിന്നെ നമ്മുടെ ശരീരമൊക്കെ ശോഷിക്കാൻ തുടങ്ങും, ഹെൽത്ത് ഇല്ലാതെ വരും. അപ്പോൾ അതാണ് യൂസ് ഓഫ് ഡ്രഗ്സ്. അടുത്തത് എന്താണ്, സ്പെൻഡിങ് ടു മച്ച് ടൈം വാച്ചിങ് TV ഓർ പ്ലേയിങ് വീഡിയോ ഗെയിംസ്. മെയിനായിട്ട് TV അല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്, വീഡിയോ ഗെയിംസ് കളിക്കുക പണിയില്ല. പബ്ജിയൊക്കെ ഇരുന്ന് കളിക്കല്ലേ പണി നിങ്ങൾക്ക്. ഇപ്പോൾ സ്കൂളും ഇല്ല, ഇപ്പോൾ ഫുൾ ടൈം എന്താണ് ആകെ കുറച്ച് നേരം നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കല്ലേ. അപ്പോൾ എന്താണ് കൂടുതൽ ടൈം നമ്മൾ എന്ത് ചെയ്യും, വീഡിയോ ഗെയിമിനാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ കുട്ടികൾ, പണ്ടത്തെ കുട്ടികൾ പിന്നെ എന്താണ് ക്രിക്കറ്റ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞ് പോകുമായിരുന്നു. ഇപ്പോൾ ഫുൾ ടൈം ഫോണാണ് അല്ലേ? അപ്പോൾ എഴുതിക്കോളൂ, സ്പെൻഡിങ് ടു മച്ച് ടൈം വാച്ചിങ് TV ഓർ പ്ലേയിങ് വീഡിയോ ഗെയിംസ്. ഓക്കെ, അത് ഫില്ലായല്ലോ. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ് കൊടുത്തിട്ടുണ്ട്, ഡിസ്കസ് ഹൗ ദീസ് ഫാക്ടേഴ്സ് ആർ റിലേറ്റഡ് ടു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആൻഡ് വാട്ട് ആർ ദ വേസ് ടു പ്രിവെൻറ്റ് ദം. ബേസ്ഡ് ഓൺ ദ ഡിസ്കഷൻ പ്രിപ്പയർ എ റൈറ്റപ്പ്. ഈ റൈറ്റപ്പും ടീച്ചർ തരാം കേട്ടോ. ഇത് നമ്മൾ ഇന്ന് ഈ ആക്ടിവിറ്റീസ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ്. എന്നിട്ട് നിങ്ങളതൊന്ന് വായിച്ച് റെഡിയാക്കണം. എന്നാലാണ് എന്ത് ചെയ്യുള്ളൂ, അടുത്ത പ്രാവശ്യം ടീച്ചർ അത് തരുമ്പോൾ ഈ ഒരു ആക്ടിവിറ്റീനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ച് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർലോഡ് ആയിരിക്കും എഴുതാൻ. ലോഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതൊക്കെ ആകുമ്പോൾ ലോഡായിരിക്കും, അതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് 2-3 കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. നോട്ട്സ് അടുത്ത ക്ലാസ്സിന് തരാം, കറക്റ്റ് ആയിട്ടുള്ള നോട്ട്സ് അടുത്ത ക്ലാസ്സിന് തരാം. ആക്ടിവിറ്റി 3 ആണ്. The race Tarun participated in was quite exciting. Several factors made it lively. The announcement was one of them. എന്താണ് ഇവിടെ ഒരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? റീഡ് ദ സ്ക്രിപ്റ്റ് ഓഫ് ആൻ അനൗൺസ്മെൻറ്റ് അബൌട്ട് തരുൺസ് റേസ്. തരുണിൻ്റെ റേസിനെ പറ്റിയുള്ള ഒരു അനൗൺസ്മെൻ്റ് ആണ്. അനൗൺസ്മെൻറ്റിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഉണ്ടാവും ഇല്ലേ? 8ാം ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് ടീച്ചർ ഇല്ലേ? അപ്പോൾ 8ാം ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ടീച്ചർ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഉള്ളവരുണ്ടാവാം, പുതിയത് വന്നവരുണ്ടാവാം അല്ലേ? മേ ബി. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതായത് ഇറ്റ് ഷുഡ് ബി ഷോർട്ടായിരിക്കണം. ഓവറായിട്ട് വലിച്ചു നീട്ടിയിട്ടുള്ള നമ്മൾ അനൗൺസ്മെൻറ്റ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. വലിച്ചു നീട്ടിയിട്ടുള്ള ആവരുത്. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചിട്ട് ഒരു കോളത്തിലായിട്ട് നമ്മളത് എഴുതുക. അതേപോലെ തന്നെ മറ്റുള്ളവരെ അഭിസംബോധന ചെയ്യണം, വേണ്ടേ? ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് അതിൽ എന്താണ് കാര്യം വെച്ചാൽ അത് അത്രയും ക്ലിയർ ആയിട്ട് പറയണം. അപ്പോൾ ഇതിൽ നോക്കി നോക്കുക, നമുക്ക് വായിച്ച് നോക്കാം. അത് ഫോർമൽ ലെറ്റർ ആയിരിക്കണം, കേട്ടല്ലോ. Ladies and gentlemen, welcome to the Nehru Stadium for watching the race in connection with the Children's Day celebrations. The race is going to start soon. Young athletes from various schools are participating and it will be flagged off by Sri Ram Narayanan, the famous athlete coach.
അല്ലേ? അപ്പോൾ അതാണ് പാർട്ടിസിപ്പേഷൻ. എന്തിൻ്റെയാണത്? ചിൽഡ്രൻസ് ഡേ സെലിബ്രേഷനിൽ നമ്മൾ റേസിൻ്റെ റേസിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ രാംനാരായണനാണ് എന്ത് ചെയ്യുന്നത്, ഫേമസ് ആയിട്ടുള്ള അത്ലറ്റ് കോച്ച് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ഗസ്റ്റ് എന്ന് പറയുന്നതും, അല്ലേ? അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഇനാഗ്രേറ്റ് ചെയ്യുന്നതും ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതൊക്കെ അദ്ദേഹമാണ്, അല്ലേ? സ്കൂൾസ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് ഇറ്റ് വിൽ ബി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ശ്രീ രാംനാരായണനാണ്. ഓക്കെ, അതിന് ബേസ് ചെയ്തിട്ട് ആ ഒരു അനൗൺസ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇത് ചെയ്യണേക്കാളും മുന്നേ എന്ത് ചെയ്യണം, നിങ്ങളിതൊന്ന് വായിച്ച് നോക്കണം. വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. എന്താണ് ഫസ്റ്റ്, വാട്ട് ഈസ് ദ അനൗൺസ്മെൻറ്റ് എബൌട്ട്? ഈ അനൗൺസ്മെൻറ്റ് എന്തിനെ പറ്റിയിട്ടാണ്? എന്താണ് എഴുതിക്കോളൂ. ദ അനൗൺസ്മെൻറ്റ് ഈസ് എബൌട്ട് എന്താണ് റേസ് ടു ബി ഹെൽഡ് ഇൻ കണക്ഷൻ വിത്ത് ചിൽഡ്രൻസ് ഡേ. ദ അനൗൺസ്മെൻറ്റ് ഈസ് എബൌട്ട് എ റേസ് ടു ബി ഹെൽഡ് ഇൻ കണക്ഷൻ വിത്ത് Children's Day celebration at Nehru Stadium. Okay, the announcement is about a race to be held in connection with Children's Day celebration at the Nehru Stadium. Okay, next, who is addressed here? ഇവിടെ ആരെയാണ് അഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത്? അതായത് സ്പെക്ടാറ്റേഴ്സിനെയാണ് ഇവിടെ അഡ്രസ്സ് ചെയ്യിപ്പിക്കുന്നത്, അല്ലേ? അതായത് അഡ്രസ്സ് ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അഡ്രസ്സ് ചെയ്യുക പറഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ആരെയാണ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്? ഓക്കെ, അതായത് ഇവിടെ സ്പെക്ടാറ്റേഴ്സ്, അതായത് ഈ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും കാണികൾക്കാണ് അഭിസംബോധന നമ്മൾ ചെയ്യുക, അല്ലേ? അപ്പോൾ കാണികൾക്ക് അഭിസംബോധന, സ്പെക്ടാറ്റേഴ്സ് എന്ന് പറയുന്നത് കാണികളാണ്. ഓക്കെ, ദെൻ വെൻ ഈസ് ദ ഇവൻറ്റ് ഹെൽഡ്? എപ്പോഴാണ് അത് ഉണ്ടായത്, അല്ലെങ്കിൽ എപ്പോഴാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്? 14th November ആണ്, അല്ലേ? ചിൽഡ്രൻസ് ഡേ. ഓക്കെ, വേർ ഡസ് ദ ഇവൻറ്റ് ടേക്ക് പ്ലേസ്? എവിടെയാണ് ഇവൻറ്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്? സ്ഥലം ഏതാണ്? നെഹ്റു സ്റ്റേഡിയം. വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ ഓഫ് ദി അനൗൺസ്മെൻറ്റ്? എന്താണ് അതിൻ്റെ ഒരു എയിം? എന്താണ് അനൗൺസ്മെൻറ്റിൻ്റെ? എഴുതിക്കോളൂ. ദ അനൗൺസ്മെൻറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഇൻവൈറ്റ് the audience and inform them about the event that is going to take place. The announcement is intended to invite the audience and inform them about the event that is going to take that place. Next, what are the other details given? മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? അടുത്ത ഡീറ്റെയിൽസ് about the participants and the person who is flagging off the event, അല്ലേ? ആരാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്? അപ്പോൾ എഴുതിക്കോളൂ. ഡീറ്റെയിൽസ് about the participants and the person who is flagging off the event. Okay, next, ലാസ്റ്റ് എന്താണ്? what is special about the language? ഏതാണ്, അതായത് എന്താണ് അതിൻ്റെ ലാംഗ്വേജിൻ്റെ പ്രത്യേകത? എന്താണ് നമ്മുടെ ഈ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ? ഇറ്റ് ഈസ് ഇൻ ഫോർമൽ ലാംഗ്വേജ്, അല്ലേ? നമ്മൾ സാധാരണ നമ്മുടെ ലെറ്റർ എഴുതുമ്പോഴൊക്കെ എന്താണ് നമ്മൾ ഫോർമലാണ് ഉപയോഗിക്കുക. ഫോർമലുണ്ട്, ഇൻഫോർമലൊക്കെ ടീച്ചർ പഠിപ്പിച്ചതാണ്. എങ്ങനെയാണ്? അത്യാവശ്യം നല്ല രീതിയിൽ അത്ര അടുപ്പുള്ള ആൾക്കാർക്കല്ല നമ്മൾ എഴുതുന്നത്. അപ്പോൾ എന്താണ്? ഇറ്റ് ഷുഡ് ബി ഫോർമൽ. അതാണ് ഇറ്റ് ഈസ് ഇൻ ഫോർമൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടീച്ചർ അടുത്ത ക്ലാസ്സിന് തരാം എന്ത് ക്യാരക്ടർ സ്കെച്ചും റൈറ്ററും അടുത്ത ക്ലാസ്സിന് തരാം. അടുത്ത ആക്ടിവിറ്റി 4 16 പേജ് നമ്പർ 16 ആക്ടിവിറ്റി 4 ഒന്ന് വായിച്ചു നോക്കണം. അടുത്ത ക്ലാസ് ടീച്ചർ വരുമ്പോഴേക്കും നന്നായി വായിച്ചു നോക്കുക. ഓക്കെ, ശരി, താങ്ക് യു.